അതെ ഞണ്ട് ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ഓർത്ത അയ്യോ ഒന്ന് വീഡിയോ എടുത്തേക്കാലാന്ന്. ഞണ്ട് കാലും കൂടി ഞാൻ മുഴുവത്താടെ വേവിക്കാൻ വെച്ചേക്കണേ. നമുക്ക് കുറച്ച് പച്ചക്ക കിട്ടിയായിരുന്നു. നമ്മുടെ പച്ചക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ഏത്തക്കായുടെ അല്ല, നമ്മുടെ കാ ഒടിഞ്ഞു വീഴൂലേ, അങ്ങനെ കിട്ടിയതാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ പച്ചക്ക ഇത്രയും മൂത്തപ്പോൾ കാ ഒടിഞ്ഞു വീണു. നമ്മുടെ അല്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ മീൻ മേടിക്കാൻ കൂടി പോയപ്പോൾ ഒരു ഞണ്ട്, അപ്പോൾ ഞാനൊരു ഞണ്ട് മേടിച്ചു. അധികം ഞണ്ട് മേടിച്ച് ഇവിടെ ആരും കഴിക്കില്ല, ഞാൻ ഉൾപ്പെടെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഓർത്തമ്മ ഒരു ഞണ്ട് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നു 50 രൂപയാണെങ്കിൽ ഒരു ഞണ്ടിന്. ഞാൻ മീനും മേടിച്ചു, ഈ ഒരു ഞണ്ടും മേടിച്ചു. പച്ചക്ക ഇരിക്കുന്നുണ്ടല്ലോ, അതായിരുന്നു ഉദ്ദേശം. അപ്പം അതേ പച്ചക്ക അരിഞ്ഞ് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ട്. ഇത് ഇത്തിരി കറ കൂടുതലുള്ള പച്ചക്കയാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിട്ടേക്കണേ. അപ്പോൾ ഈ ഞണ്ടും വെന്തിട്ടും ഇത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ മാംസം മാത്രം എടുത്ത് പച്ചക്കയിലിട്ട് കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെൽക്കം ചെയ്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് വേകട്ടെ, വെന്തിട്ട് ഇത് പൊളിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഞണ്ടൊക്കെ വെന്ത് വരുന്നുണ്ട്, വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ വെള്ളമൊക്കെ പറ്റുമെന്ന് പറഞ്ഞത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടും ചൂടാറാൻ വെക്കാം. നമ്മുടെ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നല്ലോണം വെന്തത്. ഇതൊക്കെ നമുക്ക് കളയാം കേട്ടോ. ഞണ്ട് പൊളിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. വേണ്ട, ഞണ്ടിൻ്റെ കാലിൻ്റെ മാംസമാണ്. 2-3 പൊന്നുണ്ടായിരുന്നു. ഞങ്ങൾ പൊന്നെന്ന് പറയണം, മുട്ടയാണ് എന്താണെന്നറിയില്ല, മഞ്ഞ കളറിലെ സാധനം കിട്ടില്ലേ അത്. ഇപ്പോൾ ഒരു ഞണ്ടിൽ നിന്ന് ഇത്രയും മാംസമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് കറി വെക്കാം. ചട്ടി ചൂടായി വരട്ടെ കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ഉപ്പിട്ട് വേവിച്ചേക്കണല്ലേ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, എടുത്താൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഞാൻ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ടേ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിടാം. ഉപ്പിടുമ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ. എന്നാൽ ഞണ്ട് വേവിച്ചപ്പോൾ ഉപ്പുണ്ട്, നമ്മൾ ആ പച്ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട്. അതിൻ്റെ ആ കറിയൊന്ന് പോട്ടെ എന്ന് ഉറപ്പാൻ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, കുരുമുളക് പൊടി ഇടണേ. ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ട് എവിടെ വെച്ചെന്നറിയില്ല, നോക്കട്ടെ. അതും കൂടി ഇടണം കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടൊന്ന് അതിലേക്കൊന്ന് പച്ചമണം പോണത് വരെ ഒന്ന് വഴറ്റണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം പച്ചക്ക. ജസ്റ്റ് ഒരു തിള മാത്രമേ പച്ചക്കക്ക് വന്നിട്ടുള്ളൂ കേട്ടോ, നല്ലോണം വേവിച്ചിട്ടില്ല. പിന്നീട് നമ്മുടെ ഞണ്ട് കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം. ഞണ്ട് പൊളിച്ച് തിന്നാൻ മടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കോട്ടോ. ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് വേണം. ഇപ്പം ഞണ്ടുള്ളത് കൊണ്ടാണ് ഞാൻ മസാലപ്പൊടി ചേർത്തത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. ഇതൊന്ന് ഞണ്ടും പച്ചക്കയും മസാലകളെല്ലാം കൂടി ഒന്ന് സെറ്റായി പിന്നെ തിളച്ച് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് നേരിയ തീയിൽ ആണ് വെച്ചേക്കണത്.
അവിടുന്ന് സെറ്റാവട്ടെ. നല്ല ആവിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതേ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അടിക്ക് പിടിക്കും. ഞണ്ടും പച്ചക്കയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കടച്ചേക്കാം കേട്ടോ. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? അടുത്തുള്ള കാണിച്ചു കേട്ടോ. കണ്ടോ, ആവി വറക്കണം. ഞണ്ടും പച്ചക്കയും കൂടെ വെച്ചത്. ഞണ്ട് കൂട്ടാത്ത ആൾക്കാരാണെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞണ്ട് കഴിക്കുന്ന എല്ലാവർക്കും പൊതുവെ മടിയാണല്ലോ, അത് പൊളിക്കണം, അത് കഴിക്കേണ്ട രീതി ഓർത്ത് എല്ലാവരും മടിക്കും. പിന്നെ അവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.